എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഷിജുനുമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ തന്നെ ആദ്യം മുതൽ ഒരു വണ്ടി ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് ആ ഒരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളിത് സ്ക്രീനിൽ കാണുന്ന ആ ഒരു കോലത്തിലുള്ള വണ്ടി ഈ ഒരു അട്ടിപ്പൊളി ലുക്ക്, ഒരു രാജാവായി മാറിയത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷിജിനെ തുടങ്ങാമല്ലോ അല്ലേ നമുക്ക്? അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? ഇത് ഒരു 5-6 വർഷമായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്ന വണ്ടിയാണ്. ബീച്ച് സൈഡിൽ ഇരുന്ന വണ്ടിയാണ്. ഫുള്ള് കംപ്ലീറ്റ് സ്ക്രാപ്പ് കണ്ടീഷൻ ആയിപ്പോയി. അതെ, അതായത് എന്താ ആക്രിക്ക് കൊടുത്തപ്പോൾ എടുക്കൂല എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ വണ്ടി. എൻ്റെ ഇത്ര നാളത്തെ ഒരു ഇതിൽ ഞാൻ ഈ കാലത്തിലൊരു വണ്ടി നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും, എൻ്റെ വർക്ക്ഷോപ്പിൽ വരുന്ന പലരും, ചേട്ടൻ ഉൾപ്പെടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ വണ്ടിയുടെ ഇത് വെച്ചിരിക്കുന്നത്. പലരും ചോദിച്ചത് ആക്രിക്ക് കൊടുക്കാനാണ് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ല ഈ വണ്ടി ഉറപ്പായിട്ട് റിസ്റ്റോർ ചെയ്യാൻ വെച്ചേക്കണമെന്നുണ്ട്. പലരും വിശ്വസിച്ചിട്ടില്ല. അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡിസംബർ 25 മുമ്പേ കൊടുക്കുമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ആ സമയത്ത് കസ്റ്റമർക്ക് കുറച്ച് ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വന്ന കാരണം വർക്ക് നീണ്ടുപോയി. പെയിന്റിങ്ങിനും ഇതിനൊക്കെ കുറച്ച് ഫണ്ട് വരാൻ ലേറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസിന് നമ്മൾ ഇറക്കി കൊടുത്തത്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയറിന്റെ സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞു. പൈസയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പറഞ്ഞു സമയം പോലെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തെ വ്യത്യാസം വന്നു. അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടി? ഏത് വർഷത്തെ വണ്ടിയാണ്? 94-96 ആണ്. 96 വണ്ടിയാണ് അല്ലേ? ഏറ്റവും പഴയ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത്? ഇതിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിൽ നിന്ന് എന്തൊക്കെ സ്പെയർ എടുത്തു എന്ന് ചോദിച്ചാൽ ഇതൊന്നും അങ്ങനെ മെയിനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് വണ്ടിയുടെ പഴയ വീഡിയോ കാണുമ്പോൾ വ്യൂവേഴ്സിന് മനസ്സിലാവും. ആകെ എടുത്തിട്ടുള്ളത് എഞ്ചിൻ, 2 വീല്, 2 ടയർ. ഇതല്ലാതെ ഈ വണ്ടിയിൽ നിന്ന് ഒരു ഞട്ട് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം വണ്ടി അത്രയും മോശം കണ്ടീഷനായിരുന്നു. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ അലോയ് പണ്ട് അലോയ് ഇത് തന്നെയായിരുന്നു. ഈ അലോയ് പഴയ മോഡൽ വണ്ടിക്ക് അലോയ്സ് നേരത്തെ ഉപയോഗിക്കാറുണ്ടല്ലോ. 2 ടയറും പുതിയതായിരുന്നു. എനിക്കും കസ്റ്റമറും ഡൗട്ട് ഉണ്ടായിരുന്നു, ടയർ 5-6 കൊല്ലം ഓടായിരുന്നുകൊണ്ട് ഇനി എന്തെങ്കിലും ക്രാക്ക് പറ്റി പോകുമോ, എന്താ പുത്തൻ ടയറാണ്. ഇതുവരെ ഓടിച്ചിട്ട് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ഓടി, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, വെടിച്ചു കയറിയിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ സ്പെയർ, അതായത് എഞ്ചിനും അലോയും മാറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാം പുതിയതാണ്. എഞ്ചിനും അലോയ് വീലും 2 ടയറും മാത്രമേ, അതായത് എഞ്ചിനും 2 വീലും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതെ, ബാക്കി എല്ലാം പുതിയതാണ്. അപ്പോൾ എല്ലാം കൂടെ ഇതിന് ഇപ്പോൾ എത്ര രൂപയായി? സ്പെയർ നമ്മൾ ആദ്യം ഒരു 80,000 രൂപയ്ക്ക് ഇതിൻ്റെ മൊത്തം ചേസസ് ഉൾപ്പെടെ ഒരുപാട് സ്പെയർ എടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ അല്ലറ ചില്ലറ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു രൂപയുടെ അകത്ത് സ്പെയർ മാത്രമായിട്ടുണ്ട്. ഇതിലൊന്നും ഇല്ലായിരുന്നു, ഒരു സ്ക്രൂ സഹിതം എല്ലാം മൊത്തം പുതിയതാണ്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് എന്തായാലും ആയി. സ്പെയറിനായിട്ടുണ്ട്. ഇനി പെയിന്റ് എത്രയായി? പെയിന്റിങ് 14 സെപ്പറേറ്റ്. ലൈൻ ഇട്ട് എവിടെ? കൊല്ലത്താണോ ട്രിവാൻഡ്രത്താണോ? ട്രിവാൻഡ്രത്ത്. കസ്റ്റമർ തന്നെ കൊണ്ടുപോയി. ഓക്കെ. ഇതും നമ്മുടെ കസ്റ്റമർ തിരുമല. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും തിരുവനന്തപുരത്തല്ലായിരുന്നോ ചെയ്തിട്ടുണ്ട്? അതും തിരുമല തന്നെയാണ്. അതും തിരുമലയാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോ ഷിജിൻ സജസ്റ്റ് ചെയ്താണോ അതല്ല കസ്റ്റമർ പറഞ്ഞാണോ? കസ്റ്റമർ പറഞ്ഞത് തന്നെയാണ്. കാര്യം കുറച്ച് സെന്റിമെന്റ് ഉള്ള വണ്ടിയാണ്. അല്ല, ഞാൻ ചോദിച്ചത് വീഡിയോയിൽ പറയുന്നില്ല. അതായത് ഇതിന്റെ യൂസർ കൊണ്ടു നടന്ന വണ്ടിയുടെ ഓണർ മരിച്ചുപോയി. അങ്ങനെ 5-6 വർഷം ബീച്ച് സൈഡിൽ ഇരുന്ന വണ്ടിയാണ്. അത് അത്രയും കണ്ടവായിപ്പോയി. പിന്നെ അവർക്ക് ആ വണ്ടിയുടെ അടുത്തുള്ള സെന്റിമെന്റ്സ് വെച്ചിട്ട് ആ വണ്ടി ചെയ്തിറക്കിയതാണ്. അല്ലെങ്കിൽ ഈ പരുവത്തിൽ അത്രയും മെനക്കെട്ട് ആരും ചെയ്യൂല. അത്ര പൊതുവെ റീസ്റ്റോറേഷൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നൊരു അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമാണ്, ഈ പൈസക്ക് പുതിയ വണ്ടി എടുത്തുകൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ പുതിയ വണ്ടി ശരിയാണ്, പൈസ കൊടുത്താൽ പുതിയ വണ്ടി കിട്ടും. പക്ഷേ പല സാധനത്തിനോടത്തും നമ്മൾ മനുഷ്യന്മാരാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ സത്യമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അടുത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എനിക്ക് എൻ്റെ സ്വന്തമായിട്ട്, എനിക്ക് എല്ലാവർക്കും വണ്ടിയുണ്ട്, എനിക്ക് വണ്ടിയുള്ളതാണ്, എനിക്ക് അവൻ്റെ അടുത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് എത്ര പഴയെന്ന് പറഞ്ഞാലും നമ്മളത് പൈസ കൊടുത്ത് ശരിയാക്കി എടുക്കും. അതെ, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോയൽ എൻഫീൽഡ് ആണ് ആക്ച്വലി റീസ്റ്റോർ ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ്, പിന്നെ യമഹ RX-100. പഴയ വിന്റേജ് വണ്ടി ആൾക്കാർ എത്ര പൈസ മുടക്കി പണിയാറുള്ളൂ. പുതിയ വണ്ടിയൊക്കെ അങ്ങനെ അത്ര ക്രൈസ് ഞാൻ കണ്ടിട്ടില്ല. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ വണ്ടി മേടിച്ചുവരായിരുന്നെന്ന് ചോദിക്കുന്നവരടുത്ത് ഈ സെന്റിമെന്റ്സ് എന്നുള്ള സാധനമുണ്ട്. അത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. പല വണ്ടി പല മെമ്മറീസ് ഉള്ളതാണ്. അത്രേ ഉള്ളൂ. ഈ വണ്ടിയിലെ ഒരു ചേട്ടന്റെ വണ്ടിയായിരുന്നു, പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ ഓർമ്മയ്ക്ക് വൈഫ് പണിതിറക്കിയാണ്. അതൊന്നും എത്ര ലക്ഷം കൊടുത്താലും കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ആൾക്കാർ പഴയ വണ്ടിയൊക്കെ പണിത് കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇനി അടുത്ത കാര്യം, ബഫ് ചെയ്തത്. പ്ലേറ്റിംഗ് ആക്ച്വലി കുറവാണ് അല്ലേ? പ്ലേറ്റിംഗ് ആക്ച്വലി കുറവാണ്. കാര്യം ഈ വണ്ടി ഓൾറെഡി മുമ്പേ ഇരുന്ന കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. ഞാൻ കസ്റ്റമറുടെ അടുത്ത് 2-3 തവണ പറഞ്ഞു, നമുക്ക് എഞ്ചിനൊന്ന് ബഫ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഒറ്റ കണ്ടീഷനെ പറഞ്ഞോളൂ, ഈ വണ്ടി എക്സാക്ട്ലി എങ്ങനെ ഇരുന്നു എനിക്ക് അതേപോലെ തന്നെ ഫോട്ടോ തന്നായിരുന്നു. പിന്നെ നമുക്ക് കാണാമായിരുന്നല്ലോ, എഞ്ചിൻ ഉണ്ടായിരുന്നല്ലോ, എഞ്ചിൻ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അതേപോലെ മതി എന്ന് പറഞ്ഞു.
അതുകൊണ്ട് നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അതേപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ബഫിംഗ് എന്തായാലും ഇതിനകത്ത് വന്നിട്ടില്ല, പക്ഷെ അതിന്റെ പൈസയും കൂടെ എന്നാലും സ്പെയർ കയറിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ബഫിങ്ങും പ്ലേറ്റിങ്ങും വന്നിട്ടില്ല, പക്ഷെ അതെല്ലാം കൂടെ സ്പെയറിലായിട്ടുണ്ട്. അതെ, സ്പെയറിലായിട്ടുണ്ട്. പിന്നെ ഷിജിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നോർമലി 10,000 രൂപയാണ് മേടിക്കുന്നത്. ഇതിന് ഇത്രയും കണ്ടീഷൻ ആയിരുന്നു 15,000 രൂപ വാങ്ങിച്ച്. അല്ല കുഴപ്പമില്ല, കാരണം വെച്ചാൽ ഇത് നമുക്കത് കണ്ടറിയാം, അത് ഒരു നട്ടുപോലെ ഇളവില്ലായിരുന്നു. അതെ, പാടുപെട്ടിട്ടാണ് പണിയാണ്. ഓൾറെഡി ഇത് ഇളക്കിയിട്ട സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഇതിന്റെ ആ ഒരു ഇളക്കിയിട്ടിരുന്ന സമയത്തുള്ള ആ ഒരു സംഭവമാണ്, സീൻസ് ആണ്. കസ്റ്റമറിന്റെ അടുത്ത് ചോദിച്ചു, പലരും ഡൗട്ട് ഉണ്ടായിരുന്നു, എന്റെ എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ഇരുന്ന കോളത്തിൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, എന്തായാലും നമ്മൾ ഫുള്ള് എഞ്ചിൻ വർക്ക് ചെയ്യാനായിട്ട് അറൗണ്ട് ഒരു 30,000 രൂപ കോസ്റ്റ് വരും. റാങ്ക് വെയിറ്റ്, സിലിണ്ടർ ഹെഡ് എല്ലാം പണത്, ക്യാമിയിൽ പുഷ് റോഡ്, ടാപ്പറ്റ് വാൽവ് എല്ലാം മാറി വരുമ്പോൾ പണിക്കൂലി ലേത്തിലെ പൈസ എല്ലാം അവിടെ ചേർത്ത് ഒരു 30,000 വരും. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, ഇത്രയും എമൗണ്ട് ആവുന്നുണ്ട്, പൈസ വെറുതെ കളയണ്ട, നമുക്ക് ആദ്യം എന്തായാലും വണ്ടി പണി ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ, എഞ്ചിൻ കയറി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങളെ കാശ് കളയണ്ടെന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. പക്ഷെ അത് എന്റെ റിസ്ക് ആണ്, കാര്യം എനിക്ക് ഇരട്ടി പണിയാണ്, എനിക്ക് വീണ്ടും മേടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ എന്തോ എഞ്ചിനൊക്കെ പക്കയായിരുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ പഴയ വണ്ടിയല്ലേ, പഴയ വണ്ടിയാണ്. പക്ഷേ ഈ 5-6 കൊല്ലം ഇരുന്നിട്ടും എഞ്ചിൻ ബെയറിംഗിലൊന്നും ഒരു ഹമ്മിങ് പോലും ഇല്ല. സാധാരണ ഓടാതിരിക്കുമ്പോഴത്തേക്ക് ഒരു മുഴക്ക സൗണ്ട് വരും, അതുപോലും ഇല്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം, അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് വണ്ടി, ഈ ഒരു വണ്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിലാണത് പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അത് കണ്ടായിരുന്നു. അതായത് നമ്മളൊരു വണ്ടിയുടെ സീരിയസ് ആയിട്ട് കുറച്ച് വീഡിയോ ഇട്ടായിരുന്നു. അതിൽ ഏറ്റവും വ്യൂസ് ഉള്ള വീഡിയോയിനകത്ത് ടാർഗറ്റ് ചെയ്തേക്കുന്ന പോലെയാണ് കമന്റ്സ് വന്നത്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചുമ്മാ എന്തോ പ്രൊഫൈൽ നോക്കിയിട്ടുണ്ട്, ഇവർക്കൊന്നും ഒരു ബുള്ളറ്റ് ഉള്ളതായിട്ട് പോലും ഞാൻ പ്രൊഫൈലിൽ കണ്ടില്ല. അതായത് എന്താ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും അറിയാം ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യാൻ നേരത്ത് പെയിന്റിങ്ങിന് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത്. എൻ്റെ വർക്ക്ഷോപ്പിൽ പല വണ്ടി കൊണ്ട് വർക്കിന് വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇത് പുറത്തൊക്കെ പണി കൊണ്ടുവരുമല്ലോ, എത്ര? അപ്പോൾ 18 രൂപ 19 എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ മലപ്പുറത്തുനിന്നും കാസർഗോഡുനിന്നും കോഴിക്കോടുനിന്നും ഒരുപാട് പേര് വിളിച്ച പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ പെയിന്റിങ്ങിന് 18, 20, 19 ഒക്കെയാണ് മേടിക്കുന്നത്. അതായത് ഞങ്ങളെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 13, 14, മിക്കവാറും എല്ലാത്തിനും 14 മേടിക്കുന്നത്. പിന്നെ വണ്ടി ഇതനുസരിച്ച് ചിലപ്പം അങ്ങോട്ടും മാറും. പക്ഷേ ഇതിന് മുകളിൽ പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് 5,000 രൂപയ്ക്ക് പെയിന്റ് അടിക്കുക, 6,000 രൂപയ്ക്ക് പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാനൊരു കാര്യം പറയാം, ഇനിയിപ്പോൾ അങ്ങനെ 5,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് പെയിന്റ് അടിക്കുന്നെങ്കിൽ ഷീജിന് ഞാൻ പറഞ്ഞില്ലേ 4 5 വണ്ടി തരാം, 1000 രൂപ നിങ്ങൾ പറഞ്ഞേക്കാൾ അധികം തരാം, അത്രേ ഉള്ളൂ. വർക്ക് ചെയ്ത ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇതിൽ ഒരാൾ പോലും റിപ്ലൈ ഇട്ടിട്ട് സത്യമാണ്. പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ 1-2 പെയിന്റിംഗ് ഷോപ്പ് നടത്തുന്ന ആൾക്കാർ, ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയതാ, അവർ ഡീറ്റെയിൽ സ്റ്റുഡിയോസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, അവർ വന്നിട്ട് പറയുന്നുണ്ട്, ഡീറ്റെയിൽസ് ലിസ്റ്റ് കൊടുത്തിട്ട് 20,000 രൂപ വരെ വരാം എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടവരുണ്ട്. ഈ വണ്ടി പോലും ഇല്ലാത്തവരാണ് ഇത് പറയുന്നത്. വർഷങ്ങളായിട്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന 2-3 ദിവസം മുന്നേ ട്രിവാൻഡ്രത്ത് കുളത്തൂരിൽ നിന്ന് ഒരു പഴയ മോഡൽ ബുള്ളറ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, സർവീസിനാണ്. വീഡിയോ കണ്ടാണ് വന്നത്. പുള്ളി വണ്ടി കൊണ്ടുപോയി. പുള്ളി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് 20,000 രൂപ പെയിന്റ് അടിക്കാനെന്നാണ് പറഞ്ഞത്. പക്ഷെ വണ്ടി നല്ല നീറ്റാണ്, പെയിന്റിംഗ് ഒക്കെ പക്കയാണ്. പക്ഷെ പലയിടത്തും പല റേറ്റാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് അല്ലെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഈ ഹണ്ടർ ആക്ച്വലി പെയിന്റ് അടിക്കാൻ ഞാൻ ഒരു സ്ഥലത്ത് തിരക്കിയാണ്. അന്ന് 18,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് പറഞ്ഞത് വില. പക്ഷേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്കും പെയിന്റ് അടിക്കാം, ആ ഒരു ഫിനിഷ് ആയിരിക്കില്ല ഈ 18 രൂപയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല സ്ഥലങ്ങളിലും മിക്കവാറും 6,000-7,000 അടിക്കുമായിരിക്കും. പക്ഷേ അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 5,000 രൂപയ്ക്കാണോ 6,000 രൂപയ്ക്കാണോ ഈ വണ്ടി നമുക്ക് പെയിന്റ് അടിക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഇത് മങ്ങും, ഒരിക്കലും ഇത്രയും ഫിനിഷിങ് കിട്ടത്തില്ല. അതായത് എൻ്റെ അറിവിലുള്ള കാര്യം പറഞ്ഞുതരാം. ആസ്പ പെയിന്റ് ഉണ്ട്, PU പെയിന്റ് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, പിന്നെ അങ്ങോട്ട് പല ടൈപ്പ് ക്വാളിറ്റി ഉണ്ട്. അതിൽ നമ്മൾ കൂടുതൽ മെറ്റാലിക് പെയിന്റ് തന്നെയാണ്, പിന്നെ ബേസ് കോട്ട് അതാണ് അടിക്കുന്നത്. മെറ്റാലിക് ആകുമ്പോഴത്തേക്കുള്ള അത്ര റിഫ്രഷൻ തിളക്കം. മെറ്റാലിക് കൂടുതൽ കാറിനടിക്കുന്ന പെയിന്റ് ആണ്. എൻ്റെ അറിവിലാണ്, തെറ്റുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അറിയാവുന്ന കാര്യം ഞാൻ പറയണമെന്നേ ഉള്ളൂ. കൂടുതലും കമ്പനി വരുന്ന വണ്ടിക്കെല്ലാം PU പെയിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ PU പെയിന്റ് അടിച്ചാൽ നമുക്ക് കുറച്ച് അടിച്ചു കൊടുക്കാൻ പറ്റും. രണ്ടാമത് എനിക്ക് പെയിന്റിംഗ് ഇല്ല, ഈ കുറ്റം പറഞ്ഞ ആൾക്കുണ്ടായാലും എനിക്ക് പെയിന്റിംഗ് ഇല്ല. ഇവിടെ നമ്മളെ നാട്ടിൽ പെയിന്റ് അടിക്കുന്നതിന്റെ റേറ്റാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇതിന്റെ പുറത്തോട്ട് അങ്ങ് പെയിന്റ് അടിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. ഇത് മൊത്തം പീസാക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 56 പീസ് കാണും, ചില 60 പീസ് കാണും, അങ്ങനെയാണ് എണ്ണം വരുന്നത്. അതായത് നമുക്കിത് 5,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് പെയിന്റ് അടിക്കാം. പക്ഷേ ഇത്രയ്ക്കുള്ള ഫിനിഷിംഗ് കാണത്തില്ല. ഞാൻ ബെറ്റ് വയ്ക്കാം, അതായത് നമുക്ക് ആ വണ്ടി ഉടനെ കാണിക്കാം. ഒരു 2-2.5 കൊല്ലം അടുപ്പിച്ചാവും ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറക്കിയത്. അത് അന്ന് ഇറക്കിയ സമയത്തുള്ള വീഡിയോ എൻ്റെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ഡാറ്റ കള്ളം പറയൂല. നമുക്ക് ആ വണ്ടി കാണിച്ചിട്ട് ഇപ്പൊ അതിന്റെ കണ്ടീഷൻ പെയിന്റിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത്രേ ഉള്ളൂ.
അതിൽ കൂടുതൽ എന്തായാലും പറയാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ മിക്കവാറും സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് മുകളിൽ കൂടെ അടിക്കുന്നത്. അതിനായിരിക്കും അവർ 5000-6000 എന്ന് പറയുന്നത്. വണ്ടി ബോഡി ഇളക്കാതെ നിർത്തിക്കൊണ്ടൊക്കെ അടിക്കാം. നമ്മളും അത് പല വണ്ടിയും പല കസ്റ്റമേഴ്സ് നിർബന്ധം പറയുമ്പോൾ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ റിസ്റ്റോറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ചേസ് ആക്കി പീസാക്കിയാണ് ചെയ്യുന്നത്. ഒരു 50-60 പീസുകൾ എണ്ണം വരും ഓരോ വണ്ടി ഇളക്കം. എന്നിട്ട് ഇത് ഒന്നേന്ന് കൊണ്ടുപോയി കംപ്ലീറ്റ് റിമൂവർ ഇട്ട് പെയിന്റ് എല്ലാം ഇളക്കി വെറും ഇരുമ്പാക്കി പിന്നെ അതിൽ പ്രൈമർ അടിച്ച് പുട്ടിയിട്ട് ലെവലാക്കി പിന്നെ അതിന്റെ മുകളിൽ മറ്റേ അണ്ടർ കോട്ടിങ് വെള്ള സർഫസറൊക്കെ അടിച്ച് പിന്നെയാണ് പെയിന്റ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് അടിക്കുന്നതല്ല. അപ്പോൾ അതിനായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ കമന്റ് ഇടുന്നവർക്ക് എന്ത് വേണോ പറയാം. വണ്ടി ഉള്ളവർക്ക് ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടതായിരുന്നു. ഞാൻ എൻ്റെ ബുള്ളറ്റ് 6000 രൂപയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞ് ഒരാൾ കമന്റ് ഇട്ടു. അപ്പോൾ താഴെ വേറൊരാൾ, ഇതൊന്നും ഇവിടെ ഉള്ളവരൊന്നും അല്ല, വേറൊരു ആൾ വന്ന് കമന്റ് ഇട്ടേക്കുന്നത് അത് വീട്ടിനടിച്ച പെയിന്റ് ബാക്കി ഇരുന്ന് അടിച്ച് കൊടുത്തിരിക്കും. അതായത് ആ കമന്റ് ഇട്ട് രണ്ടാമത്തെ കമന്റ് ഇട്ട ആൾക്ക് അറിയാം അത് നടക്കില്ല എന്നുള്ള കാര്യം. ചുമ്മാ എന്തെങ്കിലും പറയാ. പിന്നെ ഞാൻ പല റീസ്റ്റോർ ചെയ്യുന്ന മെക്കാനിക്സുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടുപോലെ പലരെയും ഫോളോവറാണ്. അതിൽ 1-2 പേരെ വിളിച്ചിട്ടുണ്ട്. ഞാനോട്ട് ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മിക്കവാറും ആൾമോസ്റ്റ് ആരെയും വീഡിയോയിൽ ഞാൻ വണ്ടി ഇങ്ങനെ ഇടും, ഓക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം, DM ചെയ്യുക, കോൺടാക്ട് ചെയ്യാമെന്ന് മിക്കവാറും എല്ലാവരും പറയുന്നുള്ളൂ. പെയിന്റിങ്ങിന്റെ റേറ്റും പണിക്കൂലിയും ഒന്നും ആരും വീഡിയോ പറഞ്ഞിരുന്ന ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കള്ളത്തരമില്ല. നമ്മളെ റേറ്റ് ഇതാണ്, നമ്മളിവിടെ മേടിക്കുന്ന പൈസ ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാം പറയുന്നു. അത്രേ ഉള്ളൂ. അല്ല അതിൽ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഷിജിൻ്റെ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ എന്ന സ്ഥലത്താണ്. ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ എന്തായാലും ഷിജിൻ്റെ ആ ഒരു ലൊക്കേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷേ ഉടനെ തന്നെ അത് ആഡപ്പ് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഷിജിൻ്റെ നമ്പറും ഇൻസ്റ്റാ ID ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇതിന് എത്ര രൂപയായി ടോട്ടൽ കോസ്റ്റ് എല്ലാം കൂടി? കോസ്റ്റ് അതായത് 14 രൂപ പെയിന്റിങ്, ലൈൻ വരച്ച് സെപ്പറേറ്റ് ആണ്, അത് ഞാൻ പറയുന്നില്ല, കസ്റ്റമർ കൊണ്ടുപോയതാണ്. എന്തായാലും 15 രൂപ കൂട്ടിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് 15 രൂപ ഞാൻ പണിക്കൂലി മേടിച്ച്, അത് കണ്ടീഷൻ അതായതുകൊണ്ടാണ് 30 പിന്നെ അറൗണ്ട് ഒരു 90 രൂപ അടുപ്പിച്ച് സ്പെയർ ആയി. 120 സ്പെയർ പെയിന്റിങ് പണിക്കൂലി അത്ര തന്നെ 120. അപ്പോൾ 120-ന് നമ്മളൊക്കെ ഇതേപോലെ പുതുപുത്തൻ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു വണ്ടി ഇപ്പോൾ ഈ ഒരു കോളത്തിൽ എത്തിയിട്ടുള്ളതാണ്. നമുക്ക് ഒരു കാരണവശാലും വേറെ വണ്ടി റീസെയിൽ ചെയ്യുമ്പോൾ ഇത്രയും പൈസ ആവത്തില്ല. അത്രേ ഉള്ളൂ. നമുക്ക് നോർമലി ഒരു 60, 65, 70 അതിൽ 50 നിൽക്കുന്ന വണ്ടികളും ഉണ്ട്. പിന്നെ ഒന്നുമേ ഇല്ല. എല്ലാം ടാങ്ക് സീറ്റ് ഉൾപ്പെടെ നമ്മള് വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കോസ്റ്റ് വന്നൊരു വണ്ടി വണ്ടിയാണ്. കാര്യം ഇതില് പറഞ്ഞില്ല, ഓൾറെഡി എഞ്ചിനും 2 വീൽസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒന്നേന്ന് സാധനങ്ങൾ മേടിച്ച് ഒരു വണ്ടി ഉണ്ടാക്കി എടുത്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും കോസ്റ്റ് വന്നത്. ഞാൻ 10,000 രൂപയാണ് ലേബർ മേടിക്കുന്നത്. മെനക്കെടുത്തോണ്ടാണ് 50,000 പറഞ്ഞായിരുന്നു. ആദ്യത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞു മുതലാവൂല. അത്രേ ഉള്ളൂ. ഇത് 2 വർഷത്തിൽ കൂടുതലായിട്ട് എന്റെ വർക്ക്ഷോപ്പിൽ ഇരുന്ന വണ്ടിയാണ്. ഇത്ര നാൾ എന്റെ വർക്ക്ഷോപ്പിൽ ഉണ്ട്. കൊടുക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട്. കാരണം അവിടെ ഈ വരുന്ന എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്, ഇത് എന്തിനാണെന്ന് ചോദിക്കും. പലതവണ സ്ക്രാപ്പ് എടുക്കാൻ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി ഇവിടെ തരുമെന്ന്. കാര്യം ആ കണ്ടീഷൻ ആയിരുന്നു. എന്നൊന്ന് ആലോചിക്കണം, ഈ എഞ്ചിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു പ്രശ്നമില്ല. അത് ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ്. 90% വണ്ടികളാണെങ്കിലും ഇതിനകത്ത് എഞ്ചിൻ ബെയറിംഗ് എല്ലാം പോയി ഹമ്മിങ് വന്നനെ. പിന്നെ ഓയിലും കാര്യങ്ങളും എഞ്ചിനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ കസ്റ്റമർ ലക്കും, ഇല്ലെങ്കിൽ അവരെ പൈസ പോകത്തില്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. 120 അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ കാണുന്നതാണ്. ഉറപ്പായിട്ടും ബുള്ളറ്റുമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനി അതല്ല റീസ്റ്റോറേഷൻ്റെ സംശയങ്ങൾക്കൊക്കെ തന്നെ ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുറേ കൂട്ടുകാർ ആക്ച്വലി എനിക്ക് DM ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഷിജിൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.